അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കൗൺസിലിന് പകരം അന്ന് ആക്ഷൻ കൗൺസിൽ ഒരു പുസ്തകമൊക്കെ ഇറക്കിയിരുന്നു, SSF എങ്ങോട്ട് എന്നൊരു പുസ്തകം. ആ പുസ്തകം ഇറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുസലാം ദാരിമി കുട്ടത്തിയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും മേലാറ്റൂര് ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ്. നബിദിന സമ്മേളനവും സുന്നി സമ്മേളനവും, രണ്ടു കൂട്ടർ നേതാക്കളുണ്ട്. ആ സമ്മേളനത്തിന്റെ ഗേറ്റിങ്ങല് ഹമീദ് ഫൈസിയും ഈ അബ്ദുസലാം ദാരിമിയും നിന്നിട്ട് SSF എങ്ങോട്ട് എന്നുള്ള പുസ്തകമൊക്കെ ഓല സമ്മേളനമാണ്. ഓല സമ്മേളനത്തിൽ ആ ബുക്കിക്കണ് അടി കിട്ടുന്നുള്ളതിനോടെങ്കിലും പോണോ? ഹമീദ് ഫൈസിന്റെ വാച്ച് പോയി, അദ്ദേഹത്തിന് കുപ്പായം കീറി, പരിപാടി അടിയോട് ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങൽ തുടങ്ങി. അപ്പൊ നാട്ടിക വന്ന് നോക്കുമ്പോ നാട്ടിക വിചാരിച്ച് മറ്റോലാണ് വിത്തനം ഉണ്ടാക്കണെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോ നമ്മളെ കുട്ടികളാണ്. അപ്പൊ നാട്ടിക എന്താക്കി പോലെ രക്ഷിച്ചുകൊണ്ടേ അതുണ്ടായ വേറൊരു പുസ്തകം എഴുതിയിരുന്നു നമ്മള്, നിബ്രാസ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻ വെറുതെ ഉണ്ടാക്കി. ആ പുസ്തകത്തിന്റെ പേര് അന്നിങ്ങനെ ബഹുമാനപ്പെട്ട തൊയ്യബേസിയും ഞാനും അതുപോലെ തന്നെ കൊന്നോൽ അബ്ദുസമദും ഞങ്ങളെല്ലാരും കൂടി ഇരിക്കുന്നിടത്തുനിന്ന് ഒരു പുസ്തകം ഇറക്കണ്ടേ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇസ്മായിൽ ബഫർ ഒരു പുസ്തകം ഇറക്കിയാണ്, തെരഞ്ഞെടുത്ത ദുആകളാണ് പുസ്തകത്തിന്റെ പേര്. അപ്പം അങ്ങനെയാണ് പുസ്തകം ഇറക്കുന്ന വിഷയം ഞങ്ങൾ ഹമീദ് ഫൈസിനെയൊക്കെ ധരിപ്പിച്ചു. അപ്പൊ ഹമീദ് ഫൈസി പറഞ്ഞു, നമുക്കൊരു പുസ്തകം ഇറക്കുന്ന, തെരഞ്ഞെടുത്ത ദുആകൾ വേണ്ട, തെരഞ്ഞെടുത്ത നുണകളാകാറുണ്ട്. അങ്ങനെ ആ പുസ്തകത്തിന്റെ പേര് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നായിരുന്നു. ആ പുസ്തകം ആദ്യം തന്നെ വിൽക്കാൻ കൊണ്ടായത് വാദി സലാമിൽ വെച്ച് SYSന്റെ ജില്ലാ സമ്മേളനം മലപ്പുറം കോട്ടപ്പടിയിൽ നടത്തിയിരുന്നു, ഒരു ഗ്രൗണ്ടിൽ വെച്ച്. ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ 2 ടേബിളൊക്കെ വിരിച്ച് ഈ പുസ്തകം ഇങ്ങനെ അട്ടിയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വച്ചേക്കാണ്. നല്ല സുഖം ഉണ്ടാവുമല്ലോ. ഒറ്റ പുസ്തകം ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് തല്ലും കിട്ടി. അന്നത്തെ പ്രവർത്തനം അതൊക്കെയാണ്. വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാന്തപുരത്തെ ജീവന്റെ ചുണക്കുട്ടികൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പ് തരുന്നു. അടി കിട്ടുന്നുള്ളതിനോടെങ്കിലും പോണോ? ഹമീദ് ഫൈസിന്റെ വാച്ച് പോയി, അദ്ദേഹത്തിന് കുപ്പായം കീറി, പരിപാടി അടിയോട് ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങൽ തുടങ്ങി. അപ്പൊ നാട്ടിക വന്ന് നോക്കുമ്പോ നാട്ടിക വിചാരിച്ച് മറ്റോലാണ് വിത്തനം ഉണ്ടാക്കണെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോ നമ്മളെ കുട്ടികളാണ്. അപ്പൊ നാട്ടിക എന്താക്കി പോലെ രക്ഷിച്ചുകൊണ്ടേ ചെയ്യാം, ഒരു പ്രശ്നമല്ല ഉണ്ടാകട്ടെ, അതൊക്കെ നമുക്കുള്ളതാ. ഇതിപ്പോ പോകും, ഫീസൂരി ഒലിച്ചു പോകാനുള്ളതാ, അണഞ്ഞു പോകാനുള്ളതാ. ഈ മർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് ആദർശത്തിന്റെ സത്യത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുടെ തണലിൽ വരും. ഞാൻ കുറച്ച് തല്ലും കിട്ടി. പക്ഷെ എത്ര ജീവിച്ചാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിനൊരു അറുതിയില്ലേ, ഒരു തീർച്ചയില്ലേ. ആ പള്ളിയും എടുത്ത് കാന്തപുരം ഉസ്താദ് ഖബറിൽ കൊണ്ടുപോകുമോ? അത് ഈ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടല്ലേ, ഈ രാജ്യത്തിന് മുതൽക്കൂട്ടല്ലേ? രണ്ടാമത് ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങളെ മർക്കസൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ ഒക്കെ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് കിട്ടും അതൊക്കെ എന്ന് നിങ്ങൾ എന്നെ പ്രസംഗിച്ചിട്ടില്ലേ എസ്കക്കാരാ? എന്നാൽ അതൊന്ന് അധ്വാനിച്ച് മൂപ്പരുണ്ടാക്കിയാൽ നിങ്ങൾക്കല്ലേ അത് കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? കാന്തപുരം ഉസ്താദ് അള്ളാന്റെ ദീനിന്റെ പ്രബോധനത്തിൽ 2 കലിമത്ത് കള്ളം പറഞ്ഞതായി തെളിയിക്കാൻ ഉമ്മ വെച്ചവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? കാന്തപുരം ഉസ്താദ് നിങ്ങൾക്ക് പുറം കയറാനുള്ള ഒരു ചാഞ്ഞ മരമാണെന്ന് കരുതിയോ? നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുമ്പോ ആ പണ്ഡിത നേതൃത്വത്തെ കൈവെക്കാമെന്നും ആ പണ്ഡിത നേതാവിന്റെ താജുൽ ഉലമയുടെ MA ഉസ്താദിന്റെ ചിത്താരി ഉസ്താദിന്റെ സർവോപരി ഞങ്ങളുടെ പണ്ഡിത നേതാക്കളുടെ ആത്മാഭിമാനത്തിൽ തൊട്ടുകളിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യോ. ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും കല്ലേറുകൾ വന്നാലും കൂക്കി വിളിച്ചാലും അപവാദങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ ആത്മീയ നേതാക്കളെ തൊട്ടുകളിക്കാനൊരു മാതൃകയും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങൾ ആണത്തത്തോടെ പറയുന്നു, കാന്തപുരം ഉസ്താദിന്റെ 1000 തെരുവിലുണ്ടോ സുന്നി ആദർശം സംരക്ഷിക്കാൻ.